ഉച്ചയുറക്കം കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണെ ഹൈസ പാട്ടൊക്കെ പാടി അങ്ങനെ ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിയാൻ നിന്നില്ല, ഇവ അപ്പോഴേക്ക് വന്നു. പിന്നെ അവരുടേതായ കളികളിലായി. ഉമ്മച്ചി പറഞ്ഞു വൈകുന്നേരമായിട്ട് പായസം ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പം പിന്നെ മുല്ലപ്പൂ പായസം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പത്തിരിപ്പൊടി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് മുല്ലപ്പൂ പോലെ, അതിനോണ്ടാണ് ഇതിന് മുല്ലപ്പൂ പായസം എന്ന് പറഞ്ഞത്. തേങ്ങാപ്പാലാണ് എടുത്തത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ബാക്കി ഒന്നാം പാലും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒറ്റ പാലെടുത്തിട്ടാണ് നമ്മളതിന് ശർക്കരയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ അതിലേക്ക് വേണ്ട പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഐസ അതിൻ്റെ പിന്നാലെ വന്ന് ഓരോന്നോരോന്ന് അങ്ങനെ അകത്താക്കുന്നുണ്ട് കേട്ടോ. ആരും എല്ലാതെ പഴം കൊടുത്താൽ കഴിക്കുന്ന ടൈപ്പല്ല നമ്മൾ. എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചാൽ അതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തു. പിന്നെ ഉമ്മച്ചി അതിലേക്ക് ജീരകമൊക്കെ ഇട്ട് വേണ്ടി ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം ഈ ഉരുള അതിലേക്ക് ഇടുകയാണ്. അത് അധികം അങ്ങനെ കലങ്ങി പോകാൻ പാടില്ല, ശ്രദ്ധിച്ച് ഇടാൻ പറ്റും.